നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരസഭ നീക്കം ചെയ്ത ബോർഡുകളുടെ സ്ഥാനത്ത് പുതിയത് പ്രത്യക്ഷപ്പെട്ടു. മരങ്ങൾ വെട്ടിയെടുത്ത് തൈ നട്ടു. മങ്ങാട്ടുകവല പോലീസ് എയ്ഡ് പോസ്റ്റിലൂടെ വെട്ടിയ താത്കാലിക ഓട അതേപടി തുടരുന്നു. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ ഓടയിലൂടെ നുഴഞ്ഞു കയറുന്നതായി പരാതി. ലൈബ്രറി കൌൺസിൽ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല വായനാ മത്സരം നടത്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ അനധികൃതമെന്ന് കണ്ട നീക്കം ചെയ്ത ബോർഡുകളുടെ സ്ഥാനത്ത് വീണ്ടും ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. വെങ്ങല്ലൂർ ബൈപ്പാസ് മണക്കാട് റോഡുമായി ചേരുന്ന ജംഗ്ഷൻ മുല്ലക്കൽ ജംഗ്ഷൻ എന്ന് നാമകരണം ചെയ്ത് സ്ഥാപിച്ചിരുന്ന ബോർഡ് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ചില സംഘടനകൾ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ സ്ഥാനത്താണ് വീണ്ടും ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സർവകക്ഷിയോഗ തീരുമാനമനുസരിച്ചാണ് അനധികൃതമായി നാമകരണം ചെയ്ത് സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കിയത്. കാഞ്ഞിരമറ്റം ബൈപ്പാസിലെ മീഡിയനിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ചിലർ ആൽമരം നട്ടു. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടൊപ്പം എത്തിയവരാണ് ഇവിടെ തൈ നട്ടത്. ഇതിനിടെ വേണ്ടത്ര പഠനമില്ലാതെയാണ് ട്രാഫിക് ഐലൻഡുകളിലും മീഡിയനുകളിലും നിന്ന് മരങ്ങൾ വെട്ടിമാറ്റിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് സന്ധ്യ കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇഷ്ടതാവളമാവുകയാണ്. ഷട്ടർ താഴ്ത്തി പോലീസ് മടങ്ങിപ്പോന്നു കഴിയുമ്പോൾ മദ്യക്കുപ്പികളുമായി പലരും ഈ ഒറ്റമുറി എയ്ഡ് പോസ്റ്റിൽ നുഴഞ്ഞു കയറുകയാണ്. ബസ് സ്റ്റാൻഡിലെ വെള്ളം ഒഴുക്കിക്കളയുന്നതിന് താൽക്കാലികമായി എയ്ഡ് പോസ്റ്റിനുള്ളിലൂടെ നിർമ്മിച്ച ഓടയാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് വഴിയൊരുക്കുന്നത്. ഓട നിർമ്മിച്ച് നാളുകൾ ഏറെയായെങ്കിലും പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. എയ്ഡ് പോസ്റ്റും പഞ്ചിങ് സ്റ്റേഷനും ഈ ഒറ്റമുറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം മാലിന്യം ഒഴുകുന്ന ഒഴിവുചാലിന് മുകളിലിരുന്ന് ജോലി ചെയ്യാൻ പോലീസുകാരും നിർബന്ധിതരാവുകയാണ്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടി ടാറിങ് നടത്തിയ സമയത്ത് ഈ മുറിയുടെ സെൻറ്റർ ഭാഗം JCB കൊണ്ട് ഒരു ഓട പോലെ താഴ്ത്തിയിടുകയും പിന്നീട് ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 7 മാസത്തോളമായി ഇത് ഷട്ടർ താഴ്ത്തി പോലീസ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഷട്ടറിന് അകത്തേക്ക് കയറുവാൻ ഒരാൾക്ക് കുനിഞ്ഞു കയറുവാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇത് മുതലെടുത്തുകൊണ്ട് ചില സാമൂഹ്യ ദ്രോഹികൾ ഇതിൻ്റെ അകത്ത് രാത്രി മദ്യപാനവും മറ്റും നടത്തുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നറിയില്ല. നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പദ്ധതി പൂർത്തീകരണമില്ലാതെ ഫണ്ട് വിനിയോഗിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് തൊടുപുഴ പട്ടണത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യചിഹ്നമാകാതെ ഈ പൊതുജന ഫണ്ട് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് എന്ന് സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. ഇത് കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഇത് പൊതുജനം ഇന്ന് ഈ പൊതുമുതൽ നശീകരണത്തിനെതിരെ ശബ്ദിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. തൊടുപുഴ ത്രിവേണി റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം നടത്തി. പ്രസിഡൻസി കോളേജിലായിരുന്നു പരിപാടി. വിവിധ കലാകായിക മത്സരങ്ങൾ, പൊതുസമ്മേളനം എന്നിവയായിരുന്നു പരിപാടികൾ. ജോലി എന്ന് ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവ് പറഞ്ഞു, ഓ അവർക്ക് ഒരു വഴിയില്ല, ശരിയാണ്, ഞാനിതൊരു വീട്ടമ്മയെ പരിചയപ്പെടുത്താം. അയ്യോ 6 മണി കഴിഞ്ഞു, നേരെ എടുത്ത് തന്നില്ല. അത് ഇതിന് ചേട്ടന്റെ സഹോദരി ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നതിന് നാളെ അച്ചാർ ഉണ്ടാക്കി ഇടിച്ചപ്പത്തി വറുത്ത് പാക്കറ്റിലാക്കി നേരെ പോയി തന്നില്ല. ഇനി ചേട്ടൻ ഓഫീസിൽ വേണം. എന്താ ചേട്ടാ കവിപ്പ് കൊണ്ടുതരാമേ. എന്താ മോളെ ആ കൊച്ചു എഴുന്നേറ്റ് ഇനി അതിനെ പിടിച്ചിട്ട് ഹോംവർക്ക് ചെയ്യണം. ചേട്ടാ ചായ തലയിലെ മോളെ ഹോംവർക്ക് എടുക്കുക. നേരെ എഴുതി മുന്നേ ഓരോരോ ഹോംവർക്ക് കൊടുത്തിട്ടുള്ളൂ. എന്താ ചേട്ടാ ഷർട്ട് പാൻസോ ഇപ്പൊ തേച്ചേരാ. എന്നാത്തിനും എന്റെ കൈകാര്യം എത്തുമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ട ചേട്ടാ. ഓ എന്താ ജയ
കഥകൾ ചൊല്ലിക്കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിവാ. തൊടുപുഴ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുകയാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ഇവിടെ ക്യാമ്പ് നടത്തുന്നത്. രാവിലെ 10 മുതൽ 5 വരെയാണ് സമയം. ഡോക്ടർ ഫിറോസ് ഖാന്റെ നേതൃത്വത്തിലാണ് നേത്ര പരിശോധന നടത്തുന്നത്. ലൈബ്രറി കൗൺസിൽ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി ജില്ലാതല വായനാ മത്സരം സംഘടിപ്പിച്ചു. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ മത്സരം ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KM ബാബു സ്വാഗതം ആശംസിച്ചു. TR സോമൻ, ES ഇന്ദിര, KT അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. ഏതായാലും എവിടെ വെച്ചാലും എങ്ങനെയായാലും നമ്മുടെ കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് പോകുന്ന കുട്ടി വിജയത്തിൽ എത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ചിന്തയും പ്രാർത്ഥനയും. അത് സഫലീകരിക്കട്ടെ. ആരാണ് അവിടെ എത്താൻ പോകുന്നത് നമുക്ക് ഈ 2 മണിക്കൂറിന് ശേഷം തിരിച്ചറിയാൻ കഴിയും. ഏതായാലും നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്. ഇവരെ സാർമാരൊക്കെ പറഞ്ഞ ഒരേ ലക്ഷ്യം, നാളെ എന്തായി തീരണം എന്നുള്ള വലിയ ചിന്ത നിങ്ങളിൽ ജന്യമാകുന്നതിന് ജനിപ്പിക്കുന്നതിന് ഈ പരീക്ഷകൾ കാര്യം താഴ്ത്തു പോകില്ല. നിങ്ങളെ നാളെകളിൽ ആരായി തീരും എന്ന വലിയ ചിന്ത അത് വളരെ ചെറുപ്പത്തിലെ ഒരാളിൽ, ഒരു വ്യക്തിയിൽ ആഴത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ രംഗത്തേക്കുള്ള അന്വേഷണമെല്ലാം വരുന്നത്. നിങ്ങളാരും വിചാരിക്കരുത്, നിങ്ങളാരും പൂർണ്ണതയിലല്ല ഇങ്ങോട്ട് വരുന്നത്, അപൂർണതയിലാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾക്കാർക്കും അപ്രാപ്യമായിട്ടൊന്നുമില്ല. പ്രാപ്യമാകണമെങ്കിൽ എന്ത് ചെയ്തു? നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിന്ന് വലിയ പ്രചോദനം. കേരള ഫോക്ലോർ അക്കാദമി ഇൻഫോർമേഷൻ വകുപ്പും ചേർന്ന് നടന്ന സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് സെപ്റ്റംബർ 11 കട്ടപ്പനയിൽ സ്വീകരണം നൽകും. സമ്പന്ന പൈതൃകം സൗഹൃദ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി സെപ്റ്റംബർ 4 തിരുവനന്തപുരത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. വിപുലമായ സ്വീകരണവും തുടർ പരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ PS രാജശേഖരൻ, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി കുളമ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, 20 കാസർഗോഡ് സമാപിക്കും. മൊത്തത്തിൽ നമ്മുടെ സംസ്കാരവും പൈതൃകവും ആചാരാനുഷ്ഠാനങ്ങളും പ്രാദേശിക വൈവിധ്യങ്ങളും അത്തരം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമൂഹത്തിൻ്റെ അവബോധം വർദ്ധിപ്പിക്കുകയും ആ കാര്യങ്ങൾ പോഷിപ്പിക്കുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുകയും ചെയ്യുക, അതുവഴി സാമൂഹികമായ ഒരു സുസ്ഥിതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു സാംസ്കാരികമായ ഒരു ഇത് നൽകുക, ഒരു സംഭാവന നൽകുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള കുറേയേറെ പരിപാടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നാടൻ കലാ അക്കാദമിയാണ് ഇൻഫർമേഷൻ പബ്ലിക്കേഷൻ വകുപ്പുമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നത്. അക്കാദമിയുടെ പ്രവർത്തനത്തിന് ആസ്ഥാനം കണ്ണൂരാണ്. അപ്പോൾ അക്കാദമി പറയുന്ന ഒരു സംഗതി, നാടൻ കലകളെ പരിപോഷിപ്പിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട പല സംഗതികൾ ചെയ്യുന്നതിന് അക്കാദമി കുറേയേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ നാടൻ കലാരംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് ആവശ്യമായ സഹായം, ക്ഷേമനിധി, പെൻഷൻ അതുപോലുള്ള സംഗതികൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് വടക്കൻ ജില്ലകളാണ്. ഇടുക്കി പോലുള്ള ജില്ലയിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല കാര്യമായി. കാരണം ഇവിടെ ഇതിനെ സംബന്ധിച്ചുള്ള അവബോധം അല്പം കുറവാണ്, ഇങ്ങനെയുള്ള പദ്ധതികളെ പറ്റി, പ്രവർത്തനങ്ങളെ പറ്റി. സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ജില്ലാതല ജാഥ നടത്തും. തിങ്കളാഴ്ച രാവിലെ അടിമാലിയിൽ നിന്ന് ആരംഭിച്ച ജാഥ 14 തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കും.
15,000-ൽ പരം പെൻഷൻകാർ പങ്കെടുത്തുകൊണ്ടുള്ള നിയമസഭാ മാർച്ചാണ് തിരുവനന്തപുരത്ത് നടത്തിയത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് നടത്തിയതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിയമസഭാ മാർച്ച് നടക്കുന്ന ദിവസം നിയമസഭയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വരണം എന്ന് വിചാരിച്ചു. അതിന് പല MLA-മാരെയും കണ്ടു, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമൊക്കെ അവിടെ കൊടുത്തിരുന്നു. അത് കാര്യപരിപാടിയിലും ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭ അന്ന് അവസാനിക്കുന്ന ദിവസമായിരുന്നു. നിയമസഭ സ്തംഭിച്ചതിനാൽ കാര്യപരിപാടികൾ നടത്താതെയാണ് നിയമസഭ പിരിഞ്ഞത്. അതുകൊണ്ട് നിയമസഭയിൽ ഈ കാര്യം ശ്രദ്ധയിൽ വന്നില്ല. വീണ്ടും ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിച്ച് പ്രശ്നത്തിൽ പരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിനും പെൻഷൻകാരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാക്കുന്നതിനും വേണ്ടി ജില്ലകളിൽ വാഹന ജാഥകൾ നടത്താൻ തീരുമാനിച്ചു. അത് 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ എല്ലാ ജില്ലകളിലും നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുതിയതായൊരു പ്രശ്നം കൂടി വന്നത്. പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം. ആ തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായും ജീവനക്കാരതിൽ പ്രതിഷേധിച്ചു. ജീവനക്കാർ പ്രതിഷേധിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് പെൻഷൻകാരെയാണ് പെട്ടെന്ന് ബാധിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെ ഉണ്ട്. സാമ്പത്തിക കുഴപ്പം വന്നാൽ, ഗവൺമെൻറ്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ ആദ്യം ബാധിക്കുന്നത് പെൻഷൻകാരെ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസം മങ്ങാട്ട് കവലയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇടവെട്ടി ചെട്ടിക്കാട്ട് ജോർജ് തോമസിന്റെ മകൻ ബിബിൻ നിര്യാതനായി. 21 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മീമുട്ടി സെന്റ് തോമസ് മൂർ പള്ളിയിൽ. തമിഴ്നാട് ജയ്മാത കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ചാലങ്കോട് തെക്കേമാരിയിൽ രാജഗോപാലൻ നായർ നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്വവസതിയിൽ. ഒളമറ്റം താന്നിക്കൽ പരേതനായ TJ ജോണിന്റെ ഭാര്യ LC 83 നിര്യാതയായി. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 പൊന്നന്താനം സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് പള്ളിയിൽ. പരേത ജില്ലാ കോടതി റിട്ടയർഡ് ശിരസ്തദാർ ആയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭ നീക്കം ചെയ്ത ബോർഡുകളുടെ സ്ഥാനത്ത് പുതിയത് പ്രത്യക്ഷപ്പെട്ടു. മരങ്ങൾ വെട്ടിയെടുത്ത് തൈ നട്ടു. മങ്ങാട്ടുകവല പോലീസ് എയ്ഡ് പോസ്റ്റിലൂടെ വെട്ടിയ താത്കാലിക ഓട അതേപടി തുടരുന്നു. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ ഓടയിലൂടെ നുഴഞ്ഞു കയറുന്നതായി പരാതി. ലൈബ്രറി കൗൺസിൽ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല വായനാ മത്സരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.